സുഖല്ലേ? ഇന്ന് നമ്മൾ വട്ടയപ്പാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഉണ്ടാക്കുമ്പോൾ. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടും കേട്ടോ. 1 കപ്പ് പച്ചരിയാണ് എടുത്തേക്കണത്. 2-3 പ്രാവശ്യം കഴുകി 6 മണിക്കൂർ കുതിർത്തി വെച്ചേക്കണ അരിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരയ്ക്കാനായിട്ട് 1.5 ടീസ്പൂൺ ജവ്വരിയാണ് എടുത്തേക്കണത്. നമ്മൾ പായസത്തിനൊക്കെ എടുക്കണ ജവ്വരി. അരി കുതിർത്തി വെക്കുമ്പോൾ തന്നെ ജവ്വരിയും കുതിർത്തി വെക്കണം. പിന്നെ നമുക്ക് അരയ്ക്കാനായിട്ട് വേണ്ടത് 1/4 കപ്പ് വെള്ള അവിലാണ്. ചുവന്ന അവിൽ എടുക്കുമ്പോൾ വട്ടയപ്പത്തിൻ്റെ കളർ മാറും. ഈ അവിൽ നമുക്ക് 2 പ്രാവശ്യം നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ട് വരാം. അവിൽ 2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരയ്ക്കണ മാവ് നല്ലോണം പതഞ്ഞ് പൊന്തണം എന്നുണ്ടെങ്കിൽ അരി ഒരു 5-6 മണിക്കൂറെങ്കിലും നല്ലോണം കുതിർത്തണം. എന്നാൽ മാത്രമേ അതുപോലെ നമുക്ക് പതഞ്ഞ് പൊന്തുള്ളൂ. അവിൽ ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് നാളികേരം ചേർത്താൽ മതി. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചിരകിയ നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. നാളികേരത്തിൻ്റെ ബാക്കിലെ ആ കറുപ്പൊക്കെ കളഞ്ഞിട്ട് വൈറ്റ് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഏലക്ക, ഒരു നുള്ളു ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര. മാവ് അരച്ചെടുത്തു. ഒരു കയ്യിൽ മാവ് എടുത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇത് 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കപ്പി കാച്ചി എടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് കട്ടയാവരുത്, കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് കപ്പി കാച്ചി എടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിൽ വേണം കപ്പി കാച്ചാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കപ്പി കാച്ചിയത് നല്ലോണം തണുത്തുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഇത് ചേർക്കാം. മാവിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. മാവ് അരച്ചെടുത്തു. നല്ല കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതിയിട്ടാ. നമ്മൾ നാളികേരം പഞ്ചസാരയൊക്കെ ഇടണ കാരണം മാവ് നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതൊന്ന് മിക്സ് ചെയ്യാം. മാവിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. ഒഴിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ കുറച്ച് വെള്ളം 1/4 കപ്പിലും കുറവ് വെള്ളം ചേർത്തിട്ടുള്ളൂ. പക്ഷെ മാവ് നല്ല ലൂസായിട്ടാണ് കിട്ടിയേക്കണേ. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് അരച്ച് വെച്ചേക്കണത്. നാളെ രാവിലെയാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുക. ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫെർമെൻ്റ് ആവാനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. മാവ് നല്ലോണം പുളിച്ചുണ്ട്. രാത്രിയാണ് റെഡിയാക്കി വെച്ചത്. ഇപ്പം രാവിലെയാണ് നമ്മൾ വട്ടയപ്പം റെഡിയാക്കാൻ പോകുന്നത്. ഇനി ഇത് ഇളക്കുക ഒന്നും വേണ്ട. നമ്മൾ രാത്രി തന്നെ എല്ലാം റെഡിയാക്കി ഇളക്കി വെച്ചേക്കണതാണ്. ഇനി നമ്മൾ ഈ പ്ലേറ്റിലാണ് വട്ടയപ്പം റെഡിയാക്കണേ. ഈ പ്ലേറ്റിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഈ മാവ് കോരി ഒഴിക്കണത് കേട്ടോ. എത്ര കനത്തിൽ വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റിൽ. ഇപ്പം അതോടുകൂടി നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും വട്ടയപ്പം. ഒറ്റ പ്രാവശ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ആവി കയറ്റാം. ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കാൻ പോണത്. ആവി വെള്ളം വീഴാണ്ടിരിക്കാനായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാനായിട്ട്. 10 മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. വട്ടയപ്പം റെഡിയാവാൻ വെക്കുമ്പോൾ 10 മിനിറ്റ് വേവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. 5 മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വട്ടയപ്പത്തിൻ്റെ മാവ് കട്ടിയിൽ ഒഴിക്കുമ്പോൾ അതനുസരിച്ച് സമയം കൂടുകൂട്ടാം. കനം കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നമുക്ക് കറക്റ്റായിരിക്കും. വെന്തുണ്ടോ നോക്കാം. വെന്തുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വട്ടയപ്പം നല്ലോണം തണുത്തുട്ടാ. ഇത് തണുത്തതിൻ്റെ ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് എടുക്കാൻ കിട്ടുക. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കണെന്ന്. തണുത്തതിൻ്റെ ശേഷം ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് വട്ടയപ്പാണ് കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കൂ. എത്ര സോഫ്റ്റ് ഉണ്ടല്ലേ വട്ടയപ്പം. സോഫ്റ്റ് വട്ടയപ്പാട്ടാ.
എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കുക ഈ ക്രിസ്മസിന്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.